കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ഗാന്ധിജി ഹരിജനങ്ങൾക്കായി തുറന്നുകൊടുത്ത കൊല്ലത്തെ പ്രശസ്ത ക്ഷേത്രം. മഹാത്മാഗാന്ധിജിയുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കണ്ണമംഗൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കടലായി മഠം മൂർത്തി നാരായൺ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന 18 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഈ ക്ഷേത്രത്തിൽ ഹരിജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. 1937 ജനുവരി 21 രാവിലെ 7 മണിക്ക് ഗാന്ധിജി ക്ഷേത്ര സന്നിധിയിലെത്തി. അദ്ദേഹത്തിനോടൊപ്പം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ളയും കൊട്ടാരക്കര പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന കെ മാധവൻപിള്ളയും ഉണ്ടായിരുന്നു. കൊട്ടാരക്കര ടിബിയിൽ നിന്ന് ഹരിജനങ്ങളുടെ ജാഥ നയിച്ച് ക്ഷേത്രത്തിലെത്തിയ ഗാന്ധിജി ക്ഷേത്രം ഹരിജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇതോടെ കടലായി മഠം നമ്പൂതിരിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ബാക്കി 17 ക്ഷേത്രങ്ങളിലും ദളിതർക്ക് പ്രവേശനം ലഭിച്ചു. തിരുവിതാംകൂർ വിമൻസ് കോളേജ് പ്രൊഫസറായിരുന്ന ഭാഗീരഥിയമ്മ, തെക്കുംകര പുത്തൻ വീട്ടിൽ ജാനകിയമ്മ, വാഴ്വേലിൽ അമ്മക്കുട്ടിയമ്മ, CP കൊച്ചുപിള്ള എന്നിവരാണ് അന്ന് ഈ ദളിത് ജാഥയെ ഗാന്ധിജിക്കൊപ്പം നയിച്ചത്. ഗാന്ധിജിയും കേരളവും എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല, ഗാന്ധിജി പറഞ്ഞതായും ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ സ്വകാര്യ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതിന് എന്നെ ക്ഷണിച്ചത് വളരെ ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ സ്നേഹിതനായ ശ്രീ KMM നാരായണൻ നമ്പൂതിരിപ്പാട് എൻ്റെ അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾക്ക് പാത്രമാകുകയാണ്. മഹാരാജാവ് തിരുമനസ് കൊണ്ട് കാണിച്ച മഹത്തായ മാതൃകയെ അനുകരിക്കുന്നതിന് നമ്പൂതിരിപ്പാട് തുനിഞ്ഞതിന് അദ്ദേഹത്തെ അനുമോദിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോടൊപ്പം പങ്കുചേരുമെന്ന് ഞാൻ ആഹ്ലാദിക്കുന്നു. ഇതുകൊണ്ട് നമ്പൂതിരിപ്പാട് ഹിന്ദുമതത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾക്കൊത്ത് ജീവിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഈ ക്ഷേത്രവും ഇതുപോലെ തൻ്റെ അധീനതയിലുള്ള മറ്റ് 17 ക്ഷേത്രങ്ങളും ഉടനെ തന്നെ തുറന്നു കൊടുത്തു. അങ്ങനെ ഹിന്ദുമതം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രക്രിയകളിൽ നമ്പൂതിരിപ്പാട് വ്യക്തമായ സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. ഈ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതിൽ എനിക്ക് അത്യധികമായ സന്തോഷമാണുള്ളത്, ഗാന്ധിജി ചൂണ്ടിക്കാണിച്ചു. തൃക്കണ്ണമംഗൽ കടലായി മനയോട് ചേർന്നാണ് ക്ഷേത്രക്കുളം. 2 ഏക്കറിലധികം വിസ്തൃതിയുള്ള കുളത്തെക്കുറിച്ചും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. മഹാവിഷ്ണുവിന് ഗജേന്ദ്രമോക്ഷം ലഭിച്ചത് ഈ ക്ഷേത്രക്കുളത്തിലായിരുന്നു അത്രേ. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിലെ മഹാദേവൻ്റെ ആറാട്ട് കടവ് കൂടിയാണ് ഇത്. എല്ലാ വർഷവും പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ടെത്തി പൂജ നടത്തിയാണ് മടങ്ങുന്നത്. സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ ഈ കുളത്തിന് 2 ഏക്കർ വിസ്തൃതിയുണ്ട്. കുളത്തിൽ നിന്ന് മീൻ പിടിക്കാറില്ല. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പാണ്ടിപ്പടയെ പേടിച്ച് ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരവും സ്വർണ്ണ മാടൻ വടിയും ക്ഷേത്രക്കുളത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.